പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി നുരയിലുമലയിൽ നമുക്കു തുഴയാൻ അമ്പിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. വണ്ടി എടുക്കുമ്പോൾ തന്നെ ട്രാഫിക് പോലീസ് അവിടെ നിന്ന് ഇൻഫോർമേഷൻ കൊടുക്കില്ല. അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത്രക്ക് എക്സ്പെർട്ട് ആയില്ലേ. പിന്നെ ഇവിടെ ഹോൺ അടിക്കണ ഒരു കോമഡിയാ. സാധാരണ നമ്മളിങ്ങനെ അടിക്കില്ല എല്ലാരും. ഇവിടെ വണ്ടിക്കകത്ത് തന്നെ മാറാൻ പറയും. നമുക്ക് ലൈഫ് സേവ് ചെയ്യണല്ലോ. ഞാൻ പറയും നീ ഇങ്ങനെ വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞാൽ എങ്ങനെ കേൾക്കും, ഹോൺ അടിക്കാൻ പറയും. അങ്ങനെയൊക്കെയുള്ള ചെറിയ വളരെ ചെറുത് കൂടുതലായിട്ട് ചില പാട്ടൊക്കെ ഇങ്ങനെ ലിറിക്സ് ഒക്കെ ഗസലിൽ പാടിയിട്ട് സ്റ്റാൻഡിംഗ് ഒവേഷൻ അത് നമുക്ക് പാടിത്തരാൻ പറ്റും. തമാമേ ഉംർ തെരാ इंतजार हमने किया इस इंतजार किस किस से प्यार हमने किया तमाम उम्र तेरा इंतजार हमने किया. അപ്പൊ ഇത് കണ്ണടച്ച് തുറന്നപ്പോ ഇതാ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടമായി. വേറൊരു പിന്നെ ഒന്നും കാണുന്നില്ല. നമ്മൾ ആ പാട്ട് ആ സമയത്തൊക്കെ പാടുന്നു, പോയി. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി. ഭയങ്കര ഒരു നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയ ഹൈ മാർക്സ് കിട്ടി. ചെന്തെങ്ങിൻ ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പാറ്റയെ കണ്ണാരം പൊത്തുമ്പോൾ നെഞ്ചോരം നാണത്തിൽ ചിന്തൂരച്ചെപ്പേകും വെള്ളിവാൽ തുമ്പിയേ ഒരു കനവിൻ പൂന്തോണിയിൽ ചുമലൊരുമ്മി നീങ്ങുന്നു നാം മഴ നനഞ്ഞ മൂവന്തിയിൽ മനസ്സു കൂടയാക്കുന്നു നാം ഇന്നാരും മിണ്ടാതെ ഈ മോഹമൗനത്തിൻ തേനുമായി നമ്മളലയുകയെ. ബൈ പ്രൊഫഷൻ ഡെന്റിസ്റ്റ് ആണ്. അപ്പൊ സ്വന്തമായിട്ടാണ് ക്ലിനിക്ക്. ഓക്കെ, എവിടെയായിട്ടാ വരുന്നത്? പള്ളിക്കര. ഓക്കെ. പേരെന്താ? കിക്കീസ്. അതായത് നമ്മൾ വീട്ടില് കിക്കി എന്നാ വിളിക്കുന്നത്. നിക്നെയിം. അപ്പൊ അങ്ങനെ തന്നെ കിടക്കട്ടെ. എല്ലാ ഡെന്റൽ ക്ലിനിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്മൈൽ ഡെന്റൽ അങ്ങനെയൊക്കെ പല പല പേരുകളുള്ളതായിരിക്കും. ഇത് കിക്കീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് കിക്കീസ് അതൊരു ബ്രാൻഡാക്കി മാറ്റാം. അത് എത്ര ഇയേഴ്സ് ആയി തുടങ്ങിയിട്ട്? 2 years ആയിട്ടായി. അപ്പൊ തുടക്കം തന്നെ സ്വന്തമായിട്ട് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് അല്ല? അതെന്താ സെൽഫായിട്ട് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടത് പണ്ട് മുതലുണ്ട്? എന്താ അറിയാമോ, ഇത് പല്ലെന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കും, ഞാൻ പല്ല് എനിക്ക് കേടുണ്ടായ സമയത്ത് വലിയൊരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കാറില്ല. കാരണം നമ്മൾ മറ്റേ ചെറിയൊരു കേട് വന്നു അതങ്ങ് ഫില്ല് ചെയ്യുക. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഭയങ്കര ഒരു കൂടുതൽ ഒരു പ്രൊസീജിയറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഇത് വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല പ്രാക്ടീസ് വന്നതിന് ശേഷം തുടങ്ങി അങ്ങനെ ഒരു നല്ലൊരു ലീഡിങ് ഡോക്ടറെ അടുത്ത് പോയി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു 6-7 വർഷം അവിടെ നിന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി സെർച്ച് ചെയ്തത്. നമ്മള് നമ്മൾ കാക്കനാട് താമസിക്കുന്നത്. കാക്കനാട് നമ്മുടെ സറൗണ്ടിങ് ഉള്ള ഓടിയെത്താൻ പറ്റുന്ന രീതിയിൽ സ്ഥലം കിട്ടി. അങ്ങനെ അപ്പൊ അവിടെ എത്ര സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും? 2 സ്റ്റാഫുകൾ. ടൈം രാവിലെ മുതൽ രാത്രി 7. ഇപ്പൊ നജീബിക്ക് കുറെ ഔട്ട് ഓഫ് സ്റ്റേഷൻ വർക്കിനൊക്കെ പോകുന്ന തന്നെ ആളെ മാനേജ് ചെയ്യാൻ കുറച്ച് വീണ്ടും ഇല്ലുനെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും ആണ്. ഈ പിന്നെ അവൻ ചെറിയ ഏജ് ആണല്ലോ. അപ്പൊ അതെങ്ങനെ വർക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ്? ക്ലിനിക്കിലൊരു സ്പേസ് ഉണ്ട്. ഇല്ലുനെ കൊണ്ടിരുത്താനാണെങ്കിലും ഇല്ലുവിന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആണെങ്കിലും അതിനൊരു സ്പേസ് ഉണ്ട്. നമ്മൾ ആദ്യം തിരിച്ചപ്പോ തന്നെ ഇത് പ്രത്യേകിച്ച് കാരണം ഞങ്ങളെ ഇവിടെ എറണാകുളത്ത് അങ്ങനെ ആരും ഇല്ല, എല്ലാവരും ട്രിവാൻഡ്രം കൊല്ലം അങ്ങനെയൊക്കെ കിടക്കണം. അപ്പൊ അവരങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു നമുക്കുണ്ടാ
ആക്കാൻ പറ്റും. ഇപ്പൊ കുറെ ഔട്ട് ഓഫ് സ്റ്റേഷന് പോകുന്നതും കൂടുതലും കോൺസേൺസ് ആണ് വരുന്നത്, മ്യൂസിക് കൺസേൺ പരിപാടിക്ക് പോകുന്നത്. അപ്പൊ ഫ്ലൈറ്റ് മിസ്സാവുക, വിസ പാസ്പോർട്ടിന് പ്രശ്നം, അങ്ങനെയൊക്കെ നേരിട്ടിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഫ്ലൈറ്റ് ആളെപ്പോ ലേറ്റ് പക്ഷെ വളരെ എങ്ങനെ ഒരു ബോർഡറിലാണ് പരിപാടി. എടുക്കാൻ പാസ്പോർട്ട് മറന്നിട്ടുണ്ടോ? എവിടെയോ പോയിട്ട് പാസ്പോർട്ട് തിരിച്ചു വന്നിട്ടില്ല. അതൊക്കെ കുറച്ച് പെട്ടെന്ന് തന്നെ ഓർത്തു. മറവി പിന്നെ എന്റെ ഒരു അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഒന്നും മിസ്സായി, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാ വിസയും എല്ലായിടത്തും കിട്ടി, കുറെ രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റി പാട്ട് വഴി. ഏറ്റവും ആദ്യം വന്നൊരു കൺസേൺ ഏതായിരിക്കും? മ്യൂസിക് കൺസേർട്ട് ദുബായിലായിരുന്നു ആദ്യം അബ്രോഡിൽ പോയത്, പിന്നെ അമേരിക്ക, പിന്നെ അങ്ങനെ കുറെ, പിന്നെ എല്ലാം മിഡിൽ ഈസ്റ്റ് ഫുൾ പോയിട്ടുണ്ട്. ഓസ്ട്രേലിയ, ആഫ്രിക്ക, പിന്നെ യൂറോപ്യൻ കൺട്രീസൊക്കെ, സ്വിറ്റ്സർലൻഡ് പോയി, UK പോയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ രാജ്യങ്ങളിലും വന്നിട്ടുണ്ടോ? ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ കൊണ്ടുപോയി, UK കൊണ്ടുപോയി, ഗൾഫ്, ദുബായ്. ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവനെ ഇനി അടുത്ത് പറയണ്ടവൻ കാരണം ഞാൻ എപ്പോ പോയാലും തിരിച്ചു വരുമ്പോ ഒരു ടോയ് കൊണ്ടുവരും. അപ്പൊ ഇടയ്ക്ക് അവൻ ഈ ഫ്ലൈറ്റിലൊന്നും പോകാനിട്ടുള്ളല്ല, അവൻ ആ മറ്റതാണ് ടോയ്സ് ഒക്കെ കിട്ടാൻ ഇപ്പം കാനഡയൊക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവുന്നത് ഇവിടെ രാത്രി വീഡിയോ കോൾ വിളിക്കുമ്പോ അവിടെ പകല്, അത് മാത്രമേ അവനറിയൂ. അല്ലാതെ അവന് എവിടെ പോയിട്ട് വന്നാലും ഒരു ടോയ്. കുറച്ച് ഒരു മാസം കഴിയുമ്പോ ദുബായ് പോകുന്നില്ലെന്ന് ചോദിക്കും. നിനക്ക് ടോയ്ക്കല്ലേ, അല്ലാതെ നിനക്ക് വേറൊരു എന്തിനുമല്ല. അപ്പൊ വീഡിയോ കോളിൽ അവൻ ചോദിക്കൂല്ലേ വിളിക്കുന്ന സമയത്ത് ടോയ് എപ്പോഴാ കൊണ്ടുവരുന്നത്, അങ്ങനെയൊക്കെ റിമൈൻഡ് ചെയ്യിപ്പിക്കില്ല എപ്പോഴും? ഇടയ്ക്കൊക്കെ എങ്ങനെ ഇല്ല, അവന്റെ ഉള്ളിലൊരു, പിന്നെ അവനങ്ങനെ റിമൈൻഡ് ചെയ്യില്ല, അവൻ വെറുതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇനി എപ്പോഴാ പോകുന്നത്. എനിക്ക് കുറച്ച് ദിവസമായി ടോയ്സ് കിട്ടിയിട്ടുണ്ട്. അവരിപ്പോ നമ്മള് വീഡിയോ കോളിലൊക്കെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കില്ല ടോയ് കൊണ്ടുവരുന്നുണ്ടോ, അങ്ങനെ പറയുന്നില്ല. പക്ഷെ അവന്റെ ഉള്ളിൽ പ്രത്യേക എന്താ അവന്റെ പ്രതീക്ഷയുണ്ട് കൊണ്ടുവരുമെന്നത്. എന്തായിരിക്കും പിന്നെ സർപ്രൈസ് കുറെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇപ്പൊ കൊണ്ടുവരുന്ന സാധനമാണെങ്കിലും കണ്ണൊക്കെ പൊത്തിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ്. അത് ആ സർപ്രൈസ് കൊടുക്കുന്നതിന് തെറ്റിച്ചിട്ടില്ല അല്ലേ? ഞാൻ എപ്പോഴും എങ്ങനെയായാലും കൊണ്ടുവരും. അതെ. ഇപ്പൊ സന്തോഷം അത് അവനെ നമുക്ക് അതിൽ ചെയ്ത് കൊടുക്കാതെ. ഇപ്പൊ മോർ ദാൻ 10 years ആയി മാരേജ് കഴിഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു രണ്ടുപേരും ക്യാരക്ടേഴ്സും ഭയങ്കര സിമിലാരിറ്റീസാ. ഓവറായി സംസാരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര രണ്ടാളുകൾ ഭയങ്കര മിനിമൽ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്നില്ല, ലൈക്ക് ആവശ്യത്തിന് മാത്രം. അത് എപ്പോഴും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് നമ്മളിങ്ങനെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ച് ഒരു 3-4 ദിവസം ബിഗ് ബോസിനെ പോലെയൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് അറിയാം. അപ്പോഴാണ് മറ്റേ ഡോറൊക്കെ അടയ്ക്കുന്നതൊക്കെ വരുന്നല്ലേ? അതല്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ ചില സമയങ്ങളില് പിന്നെ എൻ്റെ അടുത്തും കുറെ മിസ്റ്റേക്കുകളുണ്ട്. ഞങ്ങൾ സംസാരിക്കുമ്പോ പെട്ടെന്ന് ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. റെക്കോർഡിങ്ങിന് പോവാറുണ്ടോ കൂടെ? അപ്പൊ ആദ്യമായിട്ട് പോയിട്ട് റെക്കോർഡിങ് പാട്ട് കേൾക്കാൻ അങ്ങനെ ആഫ്റ്റർ മാരേജ് പോയിട്ടുള്ളത് ഏതായിരിക്കും? ആദ്യത്തെ റെക്കോർഡിങ് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെക്കോർഡിംഗ് എന്ന് പറയുന്നത് വിദ്യാസാഗർ സാറിന്റെ ചെന്നൈയില് വെച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത് ഡയറക്റ്റ് മീൻസ് ഇങ്ങനെ ഇരുന്ന് കണ്ടു. അതായത് ഞാൻ ബൂത്ത് നിൽക്കുന്നത് പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സാറ് തന്നെയാണ്. അപ്പൊ ഞാൻ പാടിയപ്പോ നീലാകാശം പാടിയപ്പം കുറച്ച് ഫീല് കുറവായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു ഇത് നോക്കി പാടിക്കണം. ഞാൻ കേൾക്കുമ്പോ എന്നെ സംബന്ധിച്ച് പാട്ട് കേൾക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ കൂടുതൽ അറിയുന്നത് ഇതിനെ പറ്റി. അപ്പൊ പാട്ട് കേൾക്കുമ്പോ ചുമ്മാ നമ്മളൊരു പാട്ട് കേൾക്കല്ലേ ചെയ്യുന്നത്. പാട്ടില് ഇത്രയൊക്കെ സ്ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ആ സമയത്ത്. കാരണം ഈച്ച് ആൻഡ് എവരി ഒരു വേർഡ് പോലും ആ സാറ് ഇങ്ങനെ എടുത്തിട്ട് പാടിപ്പിക്കും. നേരത്തെ പറഞ്ഞ പല്ല് അതിന്റെ ബുദ്ധിമുട്ട് എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന പോലെ. അപ്പൊ അന്ന് മനസ്സിലായില്ലേ ഇത്രക്ക് കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ട് ഇതിനൊക്കെ ഭയങ്കരമായിട്ടല്ലേ?
അത്യാവശ്യം നന്നായിട്ട് സ്ട്രെയിൻ നമ്മൾ വിചാരിക്കും എന്ത് സുഖമായിട്ട് പാടുന്നു. ശരിയല്ലേ? നമ്മളത് പാടണം, ആ പാട്ട് ഓണാവണം, പുറത്തു വരണം. അതാണ് ആ ഒരു അതുവരെ ഒരു മാനസികമായി നമ്മളൊരു ഇതിലായിരിക്കും, ഒരു പിരിമുറക്കത്തിലായിരിക്കും. ആള് പാട്ട് പാടി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എന്താ പറഞ്ഞേ? ഈ പാട്ടെ, ഈ നീലാകാശം എന്നുള്ള പാട്ട് ശരിക്കും പുറത്ത് വരുന്ന സമയത്ത് എന്നെക്കാട്ടിലും കൂടുതൽ സന്തോഷിച്ച കാരണം അറിയാം നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് പാടിയതും സ്ട്രെയിൻ ചെയ്തതും. അന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ ഫ്ലാറ്റ് എത്തുന്നതിന് ഒരു 100 മീറ്റർ അപ്പം തന്നെ പാട്ട് കേൾക്കുക, വണ്ടിയൊക്കെ ഓപ്പൺ ആക്കി നാട്ടുകാരെ മൊത്തം കേൾപ്പിച്ചു വരിക. ഇഷ്ടമാണ് എല്ലാരും കേൾക്കണം എന്നുള്ള ആഗ്രഹം വരും. കാരണം അത്ര അതിനാണല്ലോ നമ്മള്, നമുക്ക് മാത്രം കേൾക്കാനാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് പാടിയതില്ല. പക്ഷെ ഈ ഒരു റെക്കോർഡ് ചെയ്യണ സാധനം എല്ലാരും അവർക്ക് അപ്പൊ ആ ഒരു സാധനം വന്നു, എനർജി വന്നല്ലോ കേട്ടപ്പോ. നാട്ടുകാരൊക്കെ കേക്കട്ടെ എന്ന് പറഞ്ഞ് കാറിന്റെ ഉണ്ടാക്കില്ല ഡോറൊക്കെ താഴ്ത്തി വെച്ച്, ഗ്ലാസ് ഒക്കെ താഴ്ത്തി, പാട്ടൊക്കെ ഹൈ വോളിയത്തിൽ വെച്ചിട്ടൊക്കെയാണ്. ഇത്രക്ക് ഇഷ്ടമായില്ല പാട്ട് പോയ കാരണം നമുക്കൊന്ന് പാടിത്തരും പ്ലീസ്. നീലാകാശം നീരണിഞ്ഞ മിഴിയെന്ന് തോന്നിയഴകേ, ഈറൻ മേഘം നീന്തി വന്ന കനവെന്നു തോന്നിയരികേ, കാതിലോതുവാനൊരുങ്ങിയോ ആദ്യമായൊരീരടി, കേട്ടു കേട്ടു ഞാനിരുന്നുവോ ആവിലോല പല്ലവി, ഭൂമിയും മാനവും പൂക്കൊണ്ടു മൂടിയോ നീലാകാശം, നീരണിഞ്ഞ മിഴിയെന്ന് തോന്നിയഴകേ, ഈറൻ മേഘം നീന്തി വന്ന കനവെന്നു തോന്നിയരികേ. ഈ ഇംപ്രസ് ആണെന്നുണ്ടായിരുന്നല്ലേ സുജാത ചേച്ചി പാടുന്നുണ്ട്. അപ്പൊ ആ പോർഷൻ സെപ്പറേറ്റ്. അപ്പൊ പാട്ട് നമ്മള് ഔട്ട് വരുമ്പോഴാണല്ലോ ഇതിന്റെ യഥാർത്ഥമായിട്ട് കാണുന്നത്. അപ്പൊ അത് കണ്ടപ്പോ എന്തായിരുന്നു? കാരണം നല്ല അടിപൊളി, നല്ല രസമാണ്. കാരണം ദുൽഖറും ഐശ്വര്യ രാജേഷും നല്ല രസമാണ്. തമ്മിൽ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന നല്ല രസമുള്ള സോങ് ആയിരുന്നു. അപ്പൊ അത് അതിന്റെ മൊത്തത്തിൽ ഔട്ട് കേൾക്കുമ്പോ എന്താ ഫീൽ ആയിരുന്നു? ഭയങ്കര സന്തോഷം. കാരണം ഒരു സത്യൻ അന്തിക്കാട് സാറിന്റെ സിനിമയാണ്, ജോമോന്റെ സുവിശേഷങ്ങൾ, ദുൽഖർ. അപ്പൊ അതിലൊരു വിദ്യാസാഗർ സാറിന്റെ പാട്ട്, അതെ, ഒരു പ്രത്യേക സന്തോഷം. അതിങ്ങനെ പുറത്ത് വരുന്ന സമയത്താണ്. പാടുമ്പോ നമുക്ക് അങ്ങനെ ഒരു പാട്ട് കിട്ടി, പിന്നെ പാടി നന്നായി സാറിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാടി റിസൾട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു എഫേർട്ട് അവന്റെ ഭാഗത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വരുന്ന ഒരു കുഞ്ഞുണ്ടായത് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ടിന്റെ ഒരു പ്രോസസ്. അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. സന്തോഷം. അത് കേൾക്കുമ്പോ തന്നെ നല്ല രസമുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ കോമ്പറ്റീഷൻ കഥ പറഞ്ഞപ്പോ തന്നെ റെസിറ്റേഷൻ മലയാളം, കന്നഡ, ഉറുദു ഇതൊക്കെ അത് ഉമ്മയാണ് എന്റെ പിന്നിൽ പഠിപ്പിച്ച്. ലാംഗ്വേജ് ഒന്നും അറിയില്ല, എന്നാൽ പോലും അത് എഴുതി പഠിച്ച് അങ്ങനെ കിട്ടി ഓരോന്നൊക്കെ പങ്കെടുത്താണ്. പിന്നെ കലാപ്രതിഭ അങ്ങനെ മ്യൂസിക്കിന്റെ ഇതിൽ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓട്ടംതുള്ളലൊക്കെ പിന്നെ അതായത് ഇവരൊരു ഇതൊരു കൊണ്ടുവന്നു, റൂള് കൊണ്ടുവന്നായിരുന്നു. പാട്ട് മാത്രം പോരാ, വേറെ കുറെ ഐറ്റം കൂടെ. അപ്പൊ നമ്മളെന്ത് ചെയ്യും, പാട്ട് മാത്രമേ എനിക്ക് പാടാൻ അറിയാവൂ. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കാണ് മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല ഡാൻസ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഓട്ടംതുള്ളൽ എന്ന് പറയുമ്പോൾ മുഖത്ത് മൊത്തം ഈ ചായ പച്ച അടിച്ചിട്ടാണല്ലോ. അപ്പൊ ഒന്നും തന്നെ മനസ്സിലാവത്തില്ല, എന്ത് കാണിച്ചാലും അറിഞ്ഞുവിടാ. അതുകൊണ്ട് മാത്രമാണ് വിളിച്ചത്. പിന്നെ ഞാൻ അപരനായി മാറുന്ന ഒരവസ്ഥയാണ്. പക്ഷെ എനിക്ക് സ്റ്റേറ്റിൽ കിട്ടി. തേർഡ് പ്രൈസ്. അതെ, ഓർക്കുമ്പോ ഭയങ്കര സന്തോഷമില്ലേ? സന്തോഷം. പിന്നെ അങ്ങോട്ട് അധികം ഭയങ്കര കഷ്ടപ്പാടാണ് ഈ പാടി ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. 3 മാസം കൊണ്ട് എന്റെ വണ്ണം കുറഞ്ഞു കളിച്ചിട്ട്. ഇപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇപ്പൊ ഇടക്കിടക്കിന് ആലോചിക്കുന്നുണ്ട്, തുള്ളൽ വീണ്ടും തുടങ്ങി എന്റെ തടി കുറയ്ക്കാവോ. തുടങ്ങാനാണെങ്കിൽ ഫുൾ സപ്പോർട്ടാണോ? ആയിക്കോട്ടെ എന്നല്ലേ. ഇടക്കിടക്കുണ്ട് വീട്ടിൽ ഓട്ടം തുള്ളലൊക്കെ.
എല്ലാവരും വീട്ടിലുണ്ട്, പേടിക്കുന്നു. ഇനി അടുത്ത വിശേഷങ്ങൾ എന്താണ്? നമുക്ക് അടുത്ത പാട്ടുകൾ, അടുത്ത റെക്കോർഡിങ് അങ്ങനെയൊക്കെ ആയിട്ട് അടുത്ത വിശേഷങ്ങൾ എന്താണ്? കുറെ പാട്ടുകളുണ്ട്. പിന്നെ ഇപ്പൊ വരുന്നത് കഴിഞ്ഞപ്പോ ജിത്തു ജോസഫ് സാറിന്റെ ഒരു പടത്തില് നല്ലൊരു പാട്ടാണ്. പിന്നെ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻസ് ഉണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇടക്കിടക്ക് ഓരോ പാട്ടിങ്ങനെ ഉണ്ടാക്കി ഒരു പാഷൻ പുറത്തിങ്ങനെ. അപ്പൊ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഈ ഓണക്കാലം. അതെ, ഇപ്പൊ ഓണായിട്ട് വീട്ടിൽ തന്നെയാണ് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? അങ്ങനെ അല്ല, എനിക്ക് പ്രോഗ്രാംസ് ഉണ്ട്. പണ്ടൊക്കെയാണ് ഈ പറഞ്ഞ പോലെ നമ്മള് വീട്ടിലും കൂട്ടുകാരെ വീട്ടിലൊക്കെ പോയിട്ടുള്ള ഓർമ്മകൾ ഞാൻ അതാ പറഞ്ഞത് ആദ്യം. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഞാന് പറഞ്ഞല്ലോ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ പൂജപ്പുര മൈതാനത്ത് പേപ്പറൊക്കെ വിരിച്ച് കാണാം. അവിടെയൊക്കെ ഇപ്പം നമുക്കൊരു പാടാനായിട്ടുള്ള അവസരം കിട്ടുവാണ്, പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പം ഈ വർഷമുണ്ട് പൂജപ്പുര മൈതാനത്തുണ്ട് പരിപാടി. പിന്നെ അതുപോലെ ഓണപരിപാടികൾ കോഴിക്കോടൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ക്ലിനിക്കിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടാവാറുണ്ടോ? പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ. ഓക്കെ ഓക്കെ. ഞാൻ തുടക്കത്തില് പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ സിംഗർ ഭയങ്കര ഇപ്പൊ കുറെ സീസൺ വന്നു കഴിഞ്ഞാലും കൂടിയിട്ട് ഇപ്പൊ മോർ ദാൻ 5-6 സീസൺ ഒക്കെ വന്നു കഴിഞ്ഞാലും നജീബ് ഇക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഈവൻ ഗൂഗിൾ ചെയ്ത് നമ്മൾ സ്റ്റാർ സിംഗറിന്റെ ഗൂഗിൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പിക്ചർ നജീബ് ഇക്കയുടെ പിക്ചർ വരുന്നുണ്ട് അതില്. അത് ഭയങ്കര, കാരണം ഒരുപാട് കണ്ടസ്റ്റൻസ് മാറുന്നു, ജഡ്ജുകൾ മാറി വരുന്നു, ഹോസ്റ്റ് മാറി വരുന്നു. പക്ഷെ നജീബ് ഇക്കയുടെ ആ ഒരു സെൻസേഷൻ ഇപ്പോഴുണ്ട് ഓഡിയൻസ്. അല്ലെങ്കിൽ നജീബ് ഇക്ക എന്ന് പറയുമ്പോൾ തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ എന്നാണ് ഓർമ്മ വരുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടും പ്രേക്ഷകരെ ഓർത്തിരിക്കുന്നത് നജീബ് ഖാൻ ആസ് എ പ്ലേ ബാക്ക് സിംഗർ അല്ലെങ്കിൽ വോട്ട് ചെയ്ത ഒരാളെന്ന രീതിക്ക്. കാരണം ചെറിയൊരു പ്രായം മുതൽ ഇപ്പൊ ഈ നിൽക്കുന്ന ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. എത്രത്തോളം സന്തോഷമാണ് അത്? സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആൾക്കാർ ഒരു തിരിച്ചറിയുന്നത് ആ ഒരൊറ്റ വർഷം കണ്ടിന്യൂസ്ലി ടി വിയിലിരുന്ന് കണ്ടതിൻ്റെ ഒരു ഇതാണ്. നമ്മൾ കുറേ ഇപ്പം നമ്മളിപ്പം അല്ലെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് ജനങ്ങളിലോട്ട് പാട്ടെത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ മൊബൈൽ ഇല്ലാത്ത കാലമാണ്, സോഷ്യൽ മീഡിയാസ് ഒക്കെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് ദിവസം തോറും ഓരോ വൈറൽ താരങ്ങൾ വരുക. പക്ഷെ ആ ഒരു സമയത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കണം. ഇന്ന് ഞാൻ ചിലപ്പോൾ വന്നിട്ട് ചിലപ്പം നമ്മൾ ചിലപ്പോൾ മുങ്ങിപ്പോവും. കാരണം ഒരുപാട് ഇങ്ങനെ ആൾക്കാർ വേറെ എൻഗേജിലാണ്. പക്ഷെ ആ സമയത്ത് വന്നതുകൊണ്ടാണ്. പലരും പറയും പിന്നെ അടുത്ത സീസണിൽ വന്നിരുന്ന കുറച്ചുകൂടെ പ്രൈസ് മണി കൂടുതലായിരുന്നല്ലോ മറ്റേ. ഞാൻ പറഞ്ഞത് അതൊന്നും അല്ല, യാതൊരു ഇയറിൽ വന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ലേറ്റ് ആയിട്ട് വരുന്നതൊന്നും അല്ല, അതെ അതെ. ഇപ്പോഴും ഒരുപാട് റിയാലിറ്റി ഷോസ് ഉണ്ട്, കുറെ വിന്നേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ മൊബൈലിലൂടെ കാണുന്ന റീൽ വഴി ഒരു കുറച്ച് പാട്ട് കേൾക്കും, ടി വി കാണുക. അന്ന് ഇപ്പൊ എത്ര വീട്ടിൽ ഇപ്പൊ കേബിൾ ഉണ്ടോന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ കാലത്ത് എല്ലാവരുടെ വീട്ടിലും ടേബിളും ടി വിക്ക് മുമ്പിലായിരുന്നു. പ്രവാസികളാണെങ്കിൽ പോലും ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു സമയം, അതാണ് ഞാൻ സമയം കൊണ്ട് ഉദ്ദേശിച്ചത് അന്ന്. പക്ഷെ ഇപ്പോഴും ഒരുപാട് കഴിവുള്ള പിള്ളേരുണ്ട്, പക്ഷെ ഒരുപാട്. പക്ഷെ അവരുടെ പാട്ടും ഇതുപോലെ കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സ്പേസ് ഉണ്ടാവണം. അന്ന് അത് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറെ ഇങ്ങനെ ലെറ്റേഴ്സ്, ആൾക്കാരെ സ്നേഹം അങ്ങനെയൊക്കെ കാണിക്കാം, അങ്ങനെ ലവ് ലെറ്റേഴ്സ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ലവ് ലെറ്റേഴ്സ് അങ്ങനെ കൊറേ നമ്മളിങ്ങനെ അന്നത്തെ കാലത്തെ കൊറേ മറ്റേ ലെറ്റർ ഇല്ലൻഡിലൊക്കെ നമ്മള് അയക്കുമായിരുന്നു, കത്ത് അയക്കുമായിരുന്നു ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ. അപ്പൊ അതിങ്ങനെ ലവിന്റെ ഫോർമാറ്റിലൊന്നും അല്ല കേട്ടോ. അവരിങ്ങനെ പാട്ട് ഇഷ്ടപ്പെട്ടു, പാട്ടിന്റെ കാര്യം ഭയങ്കര ഇതാണ്, അങ്ങനെയൊക്കെ ഉള്ളൂ. മറുപടി കൊടുക്കാറുണ്ട് ഇതിനൊക്കെ? മറുപടി ചിലർക്കൊക്കെ ഞാൻ റിപ്ലൈ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചില ഭയങ്കര ഒരു 5-6 പേജൊക്കെ എഴുതി അയക്കുന്നവർക്ക് നമ്മളൊരു ഉണ്ട്. ട്രിവാൻഡ്രത്തെ ഒരു പ്രത്യേക അറയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ അടുത്ത ആഴ്ച പോയി നോക്കും, മറ്റേ ആ റൂമിങ്ങനെ തുറന്ന് മണിച്ചിത്രത്താഴ് തുറക്കും. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേരിലും കുറെ ക്വാളിറ്റീസ് ഉണ്ട്. നമുക്കിപ്പോ ഒരു ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ബിഫോർ മാരേജ് ആണെങ്കിലും ഒരു പരസ്പരം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കുറെ നല്ല ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം നല്ല ക്വാളിറ്റി. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നല്ലൊരു എൻഡിങ്, നല്ലൊരു ക്വാളിറ്റി. ഈ സംഭവത്തിൽ ഇക്ക അടിപൊളി, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഇവള് അടിപൊളി, അങ്ങനെ പറയാനായിട്ട് ആളെന്താ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇക്കയുടെ ഒരു
നല്ലൊരു എന്റെ ക്വാളിറ്റി ഒരു ക്വാളിറ്റി എന്താണ് ഒരു നല്ല ക്വാളിറ്റി? ഒരുപാട് ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഒരു ക്വാളിറ്റി പെട്ടെന്ന് പറയാനാണെങ്കിൽ ഇത് ഈ കാര്യത്തില് നമുക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ല മനസ്സിൽ. അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി ഇപ്പൊ എനിക്കിപ്പം എന്റെ കാര്യം വെച്ചിട്ട് ഞാൻ പറയാം, എനിക്കിപ്പോ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിക്കുക, അതിനെ കൊണ്ട് പറ്റൂല, അങ്ങനെ ബാക്കിലേക്ക് ഞാൻ ബാക്ക് ഔട്ട് ആയി പോകും. പറ്റുമെന്ന് അങ്ങനെയല്ല, പക്ഷെ അത് നമ്മുടെ മാക്സിമം പറ്റത്തില്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയും, വഴക്കൊക്കെ പറയും, പക്ഷെ സ്റ്റിൽ അത് എങ്ങനെയെങ്കിലും അത് ചെയ്യിപ്പിച്ച് സക്സസ് ആക്കാൻ വേണ്ടിട്ട് മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും നമ്മൾ. ചിലപ്പോ അത് കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ എന്റെ ഇടയിൽ കാണും. കുഞ്ഞു കുഞ്ഞു വഴക്ക് മീൻസ് വഴക്ക് പറയാച്ച അത് ശരിയാവാൻ വേണ്ടിട്ട് വഴക്ക് പറയൊക്കെ, പക്ഷെ അത് എനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. നമ്മള് മോട്ടിവേഷൻ ആണ് ഉദ്ദേശിച്ചത്. അത് നല്ല കാര്യമാണ്, കുറെ പേർക്ക് ചെയ്യാത്ത കാര്യം. നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് മാത്രല്ല, ചില ഇക്കയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചിലപ്പോൾ അവരെന്തെങ്കിലും വിഷമത്തിലായപ്പോഴേക്ക് മാക്സിമം ഇക്കയുടെ സമയം സ്പെൻഡ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും എല്ലാവരുടെ ഫാമിലി ലൈഫിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പക്ഷെ എന്നിരുന്നാലും ഇക്ക അതില് ഇക്കയുടെ ആ ഒരു സ്വഭാവം ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ക്വാളിറ്റി. അതെ, ഇത്രയും നല്ല ക്വാളിറ്റി പറഞ്ഞു. ഇനി ഒരു ക്വാളിറ്റി ക്വാളിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, ഭയങ്കര ഒരുപാടുണ്ട് തീർച്ചയായും. ഇന്നസെന്റ് ആണ്. സത്യം എനിക്ക് വന്നപ്പോ തന്നെ തോന്നി, കാരണം ഭയങ്കര ഞാൻ ഒത്തന്റിക് ആണ്, ഉള്ളില് വേറെ ഒന്നും സംസാരിക്കുന്നില്ല, ട്രാൻസ്പെറന്റ് ആണ്, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയും. ഭയങ്കര നമുക്ക് ട്രസ്റ്റ്, കാരണം 100-ൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അത്ര കൊടുക്കാം. പിന്നെ ദയ, ഭയങ്കര കൈൻഡാണ്, ഇതാണ് ഭയങ്കര മനസ്സ് പെട്ടെന്ന്. ഇപ്പൊ ഒരു കണ്ണാടി എടുത്ത് മുഖത്ത് കാണിച്ചപ്പോ കരയും. സ്വന്തം മുഖം നോക്കി കരയുന്ന ഒരാള്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഗുണഗണങ്ങളുള്ള ഒരാളാണ് കിക്കി. അപ്പൊ ഒരുപാട് സന്തോഷം. മായപ്പൊന്മാനേ മാൻമിഴിക്കണ്ണാളേ ആയർ പെണ്ണാളേ ആവണിരാവല്ലേ കണ്ണടച്ചാലോ ചിങ്ങനിലാവ് നെഞ്ചകത്തേതോ പഞ്ചമി തിങ്കൾ കൺമണിപ്പൂവേ ഓണം തിരുവോണം തുടിപാടുന്നനുരാഗം തിരുവോണം പടിയേറുന്ന ഗദാരിൽ പതിയേ ഓണം തിരുവോണം തുടിപാടുന്നനുരാഗം തിരുവോണം പടിയേറുന്ന ഗദാരിൽ പതിയേ.